എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മത്തായി 26:29. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കും നാൾ വരെ ഞാൻ മുന്തിരിവള്ളിയുടെ ഈ അനുഭവത്തിൽ നിന്നും ഇനി കുടിക്കുകയില്ല. വലിയ നോയമ്പ് കാലമായിരിക്കുകയാണ്. ഏദൻ തോട്ടം മുതൽ സ്വർഗീയ യെരുശലേം വരെയുള്ള പരദേശി മോക്ഷയാത്രയെ ധ്യാനിക്കുവാനുള്ള നിമിഷങ്ങൾ. പറുദീസ മനുഷ്യൻ പാപം മൂലം നഷ്ടപ്പെടുത്തി. തന്മൂലം വീഴ്ചയുണ്ടായി, അകൽച്ചയുണ്ടായി, വേർപാട്, അടിമത്തം ഇവയുണ്ടായി. എന്നാൽ എല്ലാ കാലങ്ങളിലും ദൈവിക സ്നേഹം മനുഷ്യനെ തിരികെ വിളിക്കുകയാണ്. യെരുശലേമേ, യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. വലിയ നോയമ്പിൻ്റെ ധ്യാനം ആരംഭിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിൽ നിന്നാണ്. സൃഷ്ടി തൻ്റെ സൃഷ്ടാവിനെ കണ്ടപ്പോൾ ചുമന്ന് തുടുത്തു. സാധാരണ ജീവിതാനുഭവങ്ങളുടെ രുചി, ഗുണം, മണം, സാന്ദ്രത എല്ലാം വർദ്ധിക്കുന്ന ആത്മീയ രൂപാന്തരമാണ് വലിയ നോയമ്പ്. കാലത്തിൻ്റെ നിത്യഹരിതവേദിയിൽ എല്ലാ കാലങ്ങളിലും കൽഭരണികൾ ഉണ്ടാവണം. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കൽഭരണിയാകുവാനും വെള്ളം കോരി നിറയ്ക്കുവാനും ചുമക്കുവാനും വിരുന്നുവാഴിക്കും എല്ലാവർക്കും അവസാനം വരെ നല്ല വീഞ്ഞ് വിളമ്പാനും എല്ലാം തമ്പുരാന് കൂട്ടുവേലക്കാരെ ആവശ്യമുണ്ട്. നാഴിക വന്നു. സ്ത്രീയുടെ മകൻ നിത്യജീവൻ്റെ മന്നായും വീഞ്ഞുമായി രൂപാന്തരപ്പെടുന്നു. ഇത് പേതുർത്ത ഞായറാണ്. ഭൗതികതയിലെ അമിത ആശ്രയത്വം ഉപേക്ഷിക്കുക. ഇന്നലെ വരെ രുചിച്ച ലോകത്തിൻ്റെ രുചികളെ കൈവിടുക. പ്രതീകാത്മകമായി മൺപാത്രങ്ങളെ തച്ചുടച്ച് കളയുക. ഇത് രൂപാന്തരത്തിൻ്റെ നാളുകളാണ്. തിരിഞ്ഞു നോക്കുവാനുള്ള നാളുകളാണ്. അഗ്നിമേഘ തൂണുകളായി ദൈവം നടത്തിയ വഴികൾ. ഒരാത്മപരിശോധനയാണ്. ഏതിൽ നിന്ന് വീണു? നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്ന ഒരു കുറവ് നിനക്കുണ്ട്. ഇതൊരനുരഞ്ജനത്തിൻ്റെ അനുഭവമാണ്. സൃഷ്ടാവും സൃഷ്ടിയുമായി കാര്യവിചാരകത്വത്തിലേക്ക് മടങ്ങിപ്പോകുകയാണ് ആത്മീയതയുടെ ആഘോഷം. ഒരു പുതിയ ആരംഭം, സമൃദ്ധമായ ജീവൻ്റെ അനുഭവം. നോമ്പ് നോക്കിയാൽ സ്വർഗത്തിൽ ചെല്ലുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ബട്ടർ ചിക്കൻ മാറ്റി പനീർ ബട്ടർ മസാല ആക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? അർത്ഥമില്ലാത്ത ഇത്തരം ആചാര അനുഷ്ഠാനങ്ങൾ എന്തിന്? കാർബൺ ലെൻഡ് ആയാലോ? ചോദ്യങ്ങളൊക്കെ ഉപേക്ഷിക്കൂ. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളൂ. മണ്ണിലേക്ക് നിന്നെ പിടിച്ചു വലിക്കുന്ന ജഡിക മനുഷ്യനെ കീഴ്പ്പെടുത്തുവാനുള്ള സമയമാഗതമായിരിക്കുന്നു. കഴുതയെ പിടിച്ചു കെട്ടുക, യജമാനൻ പുറകാലെ വന്നോളും. ശരീരത്തിൻ്റെ ശിക്ഷണത്തിലൂടെ ആത്മാവിൻ്റെ വിജയം നേടുക. ആത്മാവിൻ്റെ വിജയത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന എന്തിനേയും ഉപേക്ഷിക്കുവാനും കീഴടക്കുവാനുമുള്ള അനുഭവമാണ് നോയമ്പ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. നോമ്പ് വീടുവാനുള്ള ആ ഭൗതിക സന്തോഷത്തെ ഓർത്തുകൊണ്ട് നോയമ്പ് നോക്കരുത്. ഇത് കുരിശിൻ്റെ വഴിയിൽ നാഥനോടൊപ്പമുള്ള ഒരു തീർത്ഥയാത്രയാണ്. കർത്താവ് സാധ്യമാക്കിയ രക്ഷയുടെ മഹാസന്തോഷത്തിലേക്ക് കടന്നു വരൂ. ഇത് പുതിയ നിയമത്തിൻ്റെ പെസഹായാകുന്നു. നിത്യ മഹാപുരോഹിതൻ സ്വയം ബലിയാടാവുന്നു. സൃഷ്ടിയുടെ മഹാരക്ഷയുടെ ആനന്ദം. കുരിശിലും ഉയർപ്പിലും സ്വർഗാരോഹണത്തിലും ഒന്നും ഇത് അവസാനിക്കുന്നില്ല. ഇത് കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ മഹാസന്തോഷം, എസ്കറ്റോൺ അനുഭവത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അന്ന് കർത്താവ് മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്നും വീണ്ടും കുടിക്കും. ആത്മീയതയുടെ ആവേശമാണ്, ആത്മീയതയുടെ പ്രത്യാശയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നാണ്. നോയമ്പ് സന്തോഷമാണ്, ആനന്ദമാണ്, മഹാസന്തോഷമാണ്. അന്നു കാനനങ്ങൾ പൂക്കുമേ, സിയോന്റെ മക്കൾ നന്ദിയോടെ പാടിയാർക്കുമേ. മോദം അതിമോദം മോദം ഹേ വാഗ്ദത്ത കാലം. വലിയ നോയമ്പിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ആമേൻ.